ബീഹാറിൽ കൊടുങ്കാറ്റ് വീശുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി. ബീഹാറിൻ്റെ മണ്ണിൽ പേമാരിയായിരുന്നു. ദുർഗന്ധം വമിക്കുന്ന BJP എന്ന അവശിഷ്ടങ്ങളിൽ രാഹുൽ ഇഫക്റ്റിൽ വീശിയടിച്ച പേമാരിയിൽ കുലംകുത്തി വന്ന മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ബീഹാർ തെളിഞ്ഞു കഴിഞ്ഞു. ഈറനണിഞ്ഞ ബീഹാർ മണ്ണും വിണ്ണും ഇപ്പോൾ പുതിയ മാറ്റത്തിൻ്റെ പുതുജീവൻ്റെ തുടുപ്പിലാണ്. രാഹുൽ ഗാന്ധി പടർത്തിവിട്ട സ്നേഹത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ, ഭരണഘടനാ സംരക്ഷണത്തിൻ്റെ പുതിയ കാഹളം ലക്ഷോപലക്ഷം ജനമനസ്സുകളിൽ നിമന്ത്രണം പോലെ പ്രതിധ്വനിക്കുകയാണ്. കൊച്ചുകുട്ടികൾ മുതൽ മുത്തശ്ശന്മാർ വരെ മന്ത്രിക്കുന്നത് ഒരേ ഒരു വാചകം: മേരാ ഭായ് ഹമാരാ പ്രധാനമന്ത്രി. ആഗസ്റ്റ് 17-ന് സസാരത്ത് നിന്നാണ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. 16 ദിവസം നീണ്ടുനിന്ന യാത്ര ബീഹാറിൻ്റെ മൺതരികളെ പോലും ത്രസിപ്പിച്ച് 1300 കിലോമീറ്റർ കടന്ന് 25-ൽ പരം ജില്ലകൾ താണ്ടി അവിടങ്ങളിലെ ഗ്രാമങ്ങളുടെ നാഡീമിടിപ്പ് കണ്ട് ഗ്രാമീണരുടെ രോദനം തൊട്ടറിഞ്ഞ് അവർക്ക് തണലേകി കടന്നു പോകുന്നതിനിടയിൽ മോദി എന്ന ഭരണാധികാരിയുടെ തനിനിറം തുറന്നു കാട്ടി. അങ്ങനെ മോദി എങ്ങനെ ചതിയിലൂടെ, വഞ്ചനയിലൂടെ പ്രധാനമന്ത്രി പദം തട്ടിയെടുത്തു എന്നും രാജ്യത്തിന് തീരാക്കളങ്കം ചാർത്തി എങ്ങനെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നുവെന്ന് പറയുന്ന തെളിവോടുകൂടി പറയുന്ന രാഹുൽ ഗാന്ധിയെ ലക്ഷോപലക്ഷം ജനങ്ങൾ മേരാ ഭായി എന്ന് സംബോധന ചെയ്തത് ആവേശത്തോടെ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ്. ഞങ്ങൾക്ക് ഇയാൾ മതി, ഞങ്ങളുടെ പ്രധാനമന്ത്രി ഈ മനുഷ്യനാണ്, ഇയാൾക്കേ ഇന്ത്യയെ സ്നേഹിക്കാൻ പറ്റൂ, ഇദ്ദേഹം ഇന്ത്യയെ നയിക്കും. രാഹുൽജി, ഞങ്ങളെ രക്ഷിക്കൂ, ഇന്ത്യയുടെ ആത്മാവറിഞ്ഞ നിങ്ങളാണ് ഞങ്ങളുടെ രക്ഷകൻ. രാവണ രാക്ഷസന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ അവതാരമെടുത്ത യുഗപുരുഷനാണ് താങ്കൾ. ഈ വാചകങ്ങൾ ബീഹാറിൽ നിന്നും തുടങ്ങി ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ പ്രതിധ്വനിക്കുകയാണ്. അതെ, രാഹുൽ ഗാന്ധിയിൽ ജനം വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞു. അങ്ങ് ഡൽഹിയിലിരുന്ന് ഈ കൊടുങ്കാറ്റിനെ കണ്ട് വിറളി പൂണ്ട മോദി പാഞ്ഞെടുത്തു ബീഹാറിലേക്ക്. എന്നാൽ രാഹുൽ പ്രഭാവത്തിൽ മോദി തിരുനാളം കരിന്തിരി കത്തി അണഞ്ഞു പോകുകയും ചെയ്തു. ബീഹാറിൽ മോദിയെ കേൾക്കാൻ ആളില്ലാതെ നാണം കെട്ട് തിരിച്ചു പോകേണ്ടി വന്നു മോദിക്ക്. കാരണം മോദി ഇത്രയും കാലം അണിഞ്ഞ മുഖംമൂടി വലിച്ചു കീറുകയായിരുന്നു രാഹുൽ ഗാന്ധി. മോദിയുടെ യഥാർത്ഥ മുഖം കണ്ട് ഇന്ത്യൻ ജനത ഞെട്ടി. മോദി കെട്ടിപ്പൊക്കിയ വിശ്വാസത്തിൻ്റെ കോട്ടക്കൊത്തളങ്ങൾക്ക് വിള്ളലുകൾ വീഴ്ത്തി രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ആത്മാവിലേക്ക് എങ്ങനെ ഇറങ്ങിത്തിരിച്ചു? ആദ്യം അവൻ വന്നത് ജനങ്ങൾക്കിടയിൽ ആണ്. അവർ അവനെ സംശയത്തോടെ വീക്ഷിച്ചു. പിന്നെ അവൻ വന്നത് പോളിംഗ് ബൂത്തിൽ. അവിടെ ജനം അവന് വേണ്ടി പരവതാനി വിരിച്ച് സ്വീകരിച്ചു. വിസ്മയിപ്പിക്കുന്ന ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു. ആ വിശ്വാസത്തിൽ അവൻ സ്വസഹോദരിയെ വിട്ടു തന്നു നമുക്കിടയിലേക്ക്. അവരെയും ജനം കൈവിട്ടില്ല. മഹാഭൂരിപക്ഷത്തോടെ അവരെയും തിരഞ്ഞെടുത്തു. പിന്നെ അവൻ വന്നത് പാർലമെന്റിൽ. കയ്യിൽ ഇന്ത്യൻ ഭരണഘടന ഉയർത്തി അവൻ ഗർജിച്ചു. ആ ഗർജനത്തിൽ ഭരണസിരാ കേന്ദ്രം പ്രകമ്പനം കൊണ്ടു. സിംഹാസനങ്ങൾ ഇളകി. പിന്നെ അവൻ മോദിയുടെ അഴിമതിയുടെ വിഴുപ്പ് ഭാണ്ഡങ്ങൾ ഓരോന്നോരോന്നായി വലിച്ച് പുറത്തിട്ട് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി. പിന്നെ അവൻ ബീഹാറിൽ കൊടുങ്കാറ്റായി വന്നു. ബീഹാറിൽ വീശിയടിച്ച രാഹുൽ എന്ന ചുഴലി കൊടുങ്കാറ്റിൽ മോദി കട്ടപ്പുഴകി വീഴുകയായിരുന്നു. 16 ദിവസം നീണ്ടുനിന്ന ഈ യാത്രയിൽ ഇന്ത്യ മുന്നണി ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തേജസ്വി യാദവ് യാത്രയിൽ ഉടനീളം ആവേശമായി നിന്നുകൊണ്ട് ശക്തമായ ഭാഷയിൽ മോദിക്കെതിരെ ആഞ്ഞടിക്കുകയും രാഹുൽ ഗാന്ധി അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. യാത്രയിൽ അണിചേരാൻ ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് ജനത്തിന് ആവേശമായി പ്രിയങ്ക ഗാന്ധിയും എത്തി. തുടർന്ന് വിവിധ പാർട്ടികൾ കൂടി കണ്ണിച്ചേർന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, അഖിലേഷ് യാദവ്, സിദ്ധരാമയ്യ, ഹേമന്ത് സോറൻ, ഹേമന്ത് റെഡ്ഡി, സുഖ്വേന്ദർ സിംഗ് സുഖു തുടങ്ങിയ വിവിധ പാർട്ടി നേതാക്കളും അണിനിരന്നതോടെ യാത്രയുടെ ലക്ഷ്യം ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഏതൊരു ഭീഷണിയിലും തളരാതെ രാഹുൽ ഗാന്ധി ആഞ്ഞടിക്കുകയായിരുന്നു യാത്രയിൽ ഉടനീളം. യാത്ര തടസ്സപ്പെടുത്താൻ പല രീതിയിലും ശ്രമങ്ങളുണ്ടായി. എങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തെല്ലും കൂസാതെ യാത്ര തുടർന്ന്
ഇന്ന് ഒരു ദിവസത്തെ ഇടവേളയെടുത്ത് നാളെ പാറ്റ്നയിൽ മെഗാ റാലിയോടെ യാത്ര സമാപിക്കും. രാജ്യത്തെ ഇളക്കിമറിച്ച് ജനത്തെ ഉണർത്തി കള്ളനെയും വഞ്ചകനെയും തുറന്നു കാട്ടി രാജ്യത്തെ സംരക്ഷിക്കാൻ നടത്തിയ ഈ യാത്ര അതിൻ്റെ പൂർണ്ണമായ ലക്ഷ്യത്തിലെത്തിയിരിക്കുകയാണ്. മോദി എന്ന ഭരണാധികാരിയുടെ യഥാർത്ഥ മുഖം രാജ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. രാജ്യം ഇപ്പോൾ യഥാർത്ഥ രക്ഷകനായ രാഹുൽ ഗാന്ധിയിൽ അഭയം പ്രാപിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയെ നയിക്കുക തന്നെ ചെയ്യും. മേരാ ഭായ് ഹമാരാ പ്രധാനമന്ത്രി, ഇതാണ് ഇപ്പോൾ ഇന്ത്യൻ ജനതയുടെ മുദ്രാവാക്യം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.